ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആക്ച്വലി അനലൈസിസ് വീഡിയോ ആണ്. അനലൈസിസ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് ലാസ്റ്റിൽ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനലൈസിസ് ഉണ്ടാകും. സോ നമ്മുടെ ഈ അനലൈസിസ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അനലൈസിസ് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്, സ്റ്റഡിങ് പർപ്പസ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്. നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇതാണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ചാർട്ട് ലെവൽസ് ആൻഡ് അനലൈസിസ്, ടെക്നിക്കൽ അനലൈസിസ് ഇതായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ബ്ലൂ ലൈൻ്റെ ബ്രേക്ക് ഡൗൺ കൂടിയായി. ഈ ഒരു ബ്ലൂ ലൈൻ, ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. ആൻഡ് ദെൻ ബ്രേക്ക് ഡൗൺ, സപ്പോർട്ടും ബ്രേക്ക് ഡൗൺ ആയി. ദെൻ ഇവിടെ റീടെസ്റ്റ് കൂടി എടുക്കണം. കണ്ടോ, ബ്ലൂ ലൈൻ്റെ ആണ് റീടെസ്റ്റ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടോ, റീടെസ്റ്റ് ആൻഡ് ദെൻ അവിടുത്തെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും ബ്രേക്ക് ഡൗൺ ആണ്. സോ അത് പ്രോപ്പർലി നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താ നമ്മുടെ മാർക്കറ്റിൽ യൂഷ്വലി നടക്കുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. പ്രൈസ് ഇപ്പോൾ വീക്ക്നെസ് ആണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, കാരണം ആ ഒരു ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, വീക്ക്നെസ് ആണ് ഷോ ചെയ്യുന്നത്. പിന്നെ സ്മോൾ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, മാർക്കറ്റിലെ ചാർട്ട്സിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഒരു ലോ ആൻഡ് ഹൈ എന്തോ ലാസ്റ്റത്തെ ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു, SL1 ചെയ്യുന്നു, ആൻഡ് ദെൻ വീണ്ടും അപ്പ്. ഓക്കെ, വീണ്ടും ഇവിടെ എന്ത് ചെയ്തു, എല്ലാവരും ബിയറി സൈഡിൽ ഇരുത്തി ഈ ലോ ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഈ ലോ ആയിരുന്നു, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് മോർണിംഗിൽ ബ്രേക്ക് ചെയ്തില്ല, സെക്കൻഡ് ടൈം ഈവനിങ് ആഫ്റ്റർനൂൺ സെക്കൻഡ് സെഷനിൽ അവർ ബ്രേക്ക് ഡൗൺ ആക്കി, ദെൻ വീണ്ടും എല്ലാവരും ട്രാപ്പ് ആക്കി, വീണ്ടും അപ്പ്. അങ്ങനെയാണ് യൂഷ്വലി ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രക്ചർ നടക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐ തിങ്ക് റെഗുലർ നമ്മുടെ വ്യൂവേഴ്സ്ക്ക് നന്നായിട്ട് അറിയായിരിക്കും, അത് ABC പാറ്റേണാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ABC പാറ്റേണിൽ നമ്മൾ ABCയുടെ ഉദ്ദേശം എന്താ, ഈ SL ഹണ്ടിങ് ആണ്. ലാസ്റ്റത്തെ ഇതുണ്ടല്ലോ, ലാസ്റ്റത്തെ ലോ അത് ബ്രേക്ക് ചെയ്യും ഇവർ. ആളുകളിൽ മാക്സിമം ആളുകളിൽ അതിനെ ട്രാപ്പ് ചെയ്യും. ആ മാക്സിമം ആളുകളിൽ ഇത് അവർ ഷോ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇത് പ്രൈസ് ബ്രേക്ക് ആയി എന്നാണ്. സോ നമ്മളിത് നോക്കുവാണെങ്കിൽ അത് 101% ആണ് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാറുള്ളത്. കണ്ടോ, നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, ഇത് 101% ഇവിടെ കാണുന്നുണ്ടല്ലോ. 22,693 വരേണ്ടതാണ്, ബട്ട് ജസ്റ്റ് ഇതൊന്ന് ബ്രേക്ക് ചെയ്തു. ആൻഡ് ദെൻ ആ ഒരു സോണിനാണ് അവർ പ്രൈസ് പിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എക്സാക്ട് ഇത് തന്നെ ഉണ്ടായിരുന്നു. ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് എടുക്കാം, ആൻഡ് ഫ്രം ഹിയർ ടു ഈ ടോപ്പ്, ഈ ലെഗിൻ്റെ. ഓക്കെ, സോ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സാക്ട് കണ്ട, ഇവിടെ എക്സാക്ട് 101% ആണ് അന്ന് ഇവർ പ്രൈസ് ബുക്ക് ചെയ്ത്. കണ്ടോ, 101%. സോ അതാണ് ലാസ്റ്റത്തെ ലോ ബ്രേക്ക് ചെയ്യും, SL ഹണ്ട് ചെയ്യും, ആൻഡ് ദെൻ പ്രൈസ് വീണ്ടും പൊക്കും. അങ്ങനെയാണ് ഇപ്പോൾ സ്ട്രക്ചറിൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് ആളുകളിൽ എല്ലാവരും ബിയറിഷ് സൈഡാണ് ഇരുത്തുന്നത്. ഓക്കെ, സോ ഇതാണ് ഇനി പറയാനുള്ളത്. പിന്നെ ഇനി നെക്സ്റ്റ് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് എനിക്ക് ഒന്ന് 1 hour ടൈം ഫ്രെയിമിൽ ഒന്ന് പോകാനുണ്ട്. 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് നമ്മൾ നോക്കുക. പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇവിടെ ഒരു നമ്മുടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ ക്ലിയർലി ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു പിക്ചർ ഇപ്പോൾ ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യും, ചിലപ്പോൾ ഇല്ല. എന്താണിത്, നമ്മൾ റെഗുലർ വ്യൂവർ ഡെയിലി കുറേ നാളായിട്ട് അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പിക്ചർ. ഓക്കെ, സോ 1, 2, 3, 4 and 5 സ്ട്രക്ചർ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കുറേ നാളായല്ലോ. ഓക്കെ, ഷെയർ ചെയ്ത് കുറേ നാളായി അത് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ദെൻ ലാസ്റ്റിൽ എന്താ പറയേണ്ടത്, എൻഡിങ് ഡയഗണൽ പാറ്റേൺ, ടൈപ്പ് ഓഫ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഇത് റെസ്പെക്റ്റ് ചെയ്യോ ഇല്ല, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്തും എൻഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ അകത്ത് എത്ര മൂവ്സ് ഉണ്ടാവും, 5 മൂവ്സ്. സോ നമ്മൾ 1, 2, 3, 4 ആൻഡ് ദെൻ 5th മൂവ് ഇനി താഴേക്ക് ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, അത് ചില സമയത്ത് നല്ല ലിക്വിഡിറ്റി, നല്ല ഒരു ഫോളിൻ്റെ പ്രഷർ ഉണ്ടെങ്കിൽ താഴെ വന്നിട്ട് വീണ്ടും പിന്നെ മുകളിലേക്ക് പോകും. ഇവിടെ നമുക്ക് കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുക, ഈ ലീഡിങ് ഡയഗണൽ കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയാമോ, പ്രൈസ് താഴെ വന്നിട്ട് ഈ ഒരു ലൈൻ, ഈ ബ്ലാക്ക് ലൈൻ, ഈ സപ്പോർട്ട്, ഈ റെസിസ്റ്റൻസ് ലൈൻ ഉള്ള ഇത് ഞാൻ ഒരു ഡിഫറെൻറ്റ് കളറാക്കി മാറി, ഗ്രീൻ ആക്കി മാറി. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ബ്ലാക്ക് ലൈൻ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യുന്നു, താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങണം. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് താഴേക്ക് വന്നിട്ട് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യണം. ഓക്കെ, എവിടെ വരെ പോകുന്നത് നമുക്ക് പറയാനില്ല, ബട്ട് പിന്നെ ക്ലോസിങ് തരണം ഇതിൻ്റെ അബവ് 1 hour ചാർട്ടിൽ ഗ്രീൻ്റെ അബവ്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടും. ദാറ്റ് മീൻസ് അത് ഫിനിഷായി, ആ ഒരു ഫോൾ ഫിനിഷായി എന്ന് പറയാം. ഓക്കെ,
നമ്മളിവിടെ ബോട്ടം കീട്ട മുപ്പൊന്നും സംസാരിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ച് കഴിഞ്ഞു. ഇനി വീണ്ടും ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാശിയിലിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ വാശിയിലില്ല. ഞാൻ ഇപ്പോൾ രണ്ട് സൈഡ്, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് സൈഡാണ്, ബോത്ത് സൈഡാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഇനി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വരിക. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ലെഗിനെ 120 ചെയ്ത് ഈ ഒരു ലാസ്റ്റ് ചെയ്തത് എൻഡിങ് ഡയഗണലിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണണം. പ്ലേലിസ്റ്റിൽ നമ്മൾ ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും. അതിനകത്ത് എൻഡിങ് ഡയഗണൽ, ലീഡിങ് ഡയഗണൽ, രണ്ട് പാറ്റേൺസ് ഉണ്ട്. ഇത് എൻഡിങ് ഡയഗണലാണ്, എൻഡിങ് ഡയഗണൽ പാറ്റേൺസ്. ഓക്കെ, സോ നമ്മുടെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ 127% എന്തായാലും വരേണ്ടതാണ്. അത് ഏത് ലെവലാണ്? 640 കണ്ടോ, 127% ഇത് വരുന്നത് 640. പിന്നെ 161.80% അത് 530, 520 ആ ഒരു ഏരിയ കൂടി വരും. ഓക്കെ, 500 കൂട്ടിക്കും. ഓക്കെ, സോ ആ ഏരിയ വരെ നമുക്ക് ഈ പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്, സ്മോൾ ടൈം ഫ്രീ സ്ട്രക്ചറിൽ വരാം. സ്മോൾ ടൈം ഫ്രീ 15 മിനിറ്റ് സ്റ്റാർട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഹൈ ലോ ആൻഡ് ദെൻ വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്തു. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ലോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 720, ദെൻ നമ്മുടെ 640ലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോ 720, 22,720 മേ ബി ഗ്യാപ് ഡൗൺ ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ സഡൻ ചാടരുത്. ഇപ്പോൾ ഈ സൈഡിൽ 640 ഓർ ലീഡിങ് നമ്മളെ ഈ എൻഡിങ് ഡയൽ പാറ്റേണിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടാകും 590 ആൻഡ് 530. സോ സ്ലോലി നമ്മുടെ വരുന്ന ഒരു കോഷസ് വെക്കണം ഈ ഒരു സമയത്ത്. ഓക്കെ, കാരണം എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ, ഈ എൻഡിങ് ഡയൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫോളിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷാണ്. ഫോൾ ആ ഒരു വരുന്ന ഹ്യൂജ് ഫോളിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി എന്ന് പറയാം. ഓക്കെ, ആവാറായി എന്ന് പറയാം, കൺഫർമേഷൻ ഇല്ല, ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ബൈ ആൻഡ് സെല്ലിൻ്റെ ഒരു റിക്കമെൻഡേഷൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറില്ല. ലേണിംഗ് മാത്രം ഷെയർ ചെയ്യാറുള്ളൂ, ശ്രദ്ധിക്കണം എല്ലാവരും കൂടി. ഓക്കെ, പിന്നെ ഇനി വേറൊരു കാര്യം, ഞാൻ നമ്മുടെ സ്മോൾ സ്ട്രക്ചറിൽ ഞാൻ നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്മോൾ സ്ട്രക്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ക്യാപ്ചർ ചെയ്യേണ്ടത്, ഈ വരുന്ന ഫോൾ, വരുന്ന അപ്പ് മൂവ്, ഇതൊക്കെ എല്ലാം ആ വീഡിയോ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും. സോ എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണണം. വേണമെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം, കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാകും. മസ്റ്റായിട്ടൊന്ന് ടച്ച് ചെയ്യണം, നെക്കണം, അതിനകത്ത് അത് വീഡിയോ ഫുൾ കാണണം. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ പർപ്പസിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. പിന്നെ അത് മസ്റ്റായിട്ട് ഷെയറും ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കുറച്ചുകൂടി അഗ്രസീവായിട്ട്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മുടെ നെക്സ്റ്റ് എന്താണ്, കൂടുതൽ ഇനി ഒന്നും പറയാനൊന്നുമില്ല. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഇതൊക്കെ അല്ലേ സ്ട്രക്ചർ നമുക്ക് കഴിഞ്ഞല്ലോ. ഇനി പിന്നെ ഈ ABC-യുടെ ഈ ഒരു മൂവ് വരുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ABC നമ്മുടെ ഒരു ഫിനിഷായി ഇവിടെ. സോ ഇനി താഴേക്ക് ഈ വരുന്ന മൂവ് ഉണ്ടല്ലോ, ഇത് 5ലേക്ക് വരണം. ഇത് ഇവിടുന്ന് താഴേക്ക് 5ലേക്ക് വരണം. 1 2 3 4 5. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുക, എത്ര മൂവായി. ഇവിടുന്ന് താഴ്ന്ന് 1 2, ഇത് ഫുൾ നമുക്ക് 3 കൗണ്ട് ചെയ്യണം. ഇവിടെ ഒരു 3, ഇത് 4, ഇത് 5ലേക്കാണ് കിടക്കുന്നത് ഇപ്പം. സോ ഇത് 5ലേക്കാണ്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ, കൺഫ്യൂസ് ആവരുത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. എലിയറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഈസി സംഭവമല്ല, ഒത്തിരി കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും. ഈവൻ ഞാൻ വരെ ചില സമയത്ത് സ്ട്രക്ചർ കണ്ട് കൺഫ്യൂസ് ആവാറുണ്ട്. ഞാൻ വല്ല എത്ര സീനിയേഴ്സ് ആയാലും എത്ര എക്സ്പീരിയൻസ് ആയാലും അവർ കൺഫ്യൂസ് ആകും. സോ കൺഫ്യൂസ് ആകുമെന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെയാണല്ലോ, നമ്മളെ കൺഫ്യൂസ് ചെയ്യും. ബട്ട് നമ്മൾ ഒന്നുകൂടി റീഡ് ചെയ്താൽ മതി. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചർ ക്ലിയർ ആവുള്ളൂ. പിന്നെ ഇത് നമ്മൾ മാർക്കറ്റ് ഫുൾ ചെറിയ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ വരും, ക്രിയേറ്റ് ചെയ്യട്ടെ. ബട്ട് നമുക്കത് ഒന്നുകൂടി ഡീപ്പ് അനാലിസിസ് ചെയ്ത് വേണം നമുക്ക് ഇവിടെ അത് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, സോ ഇലിയറ്റ് വേവിൻ്റെ ഇമ്പൾസ് നമ്മൾ പിടിക്കുക. ഇവിടെ ഈ ഒരു ഗ്രീൻ ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇനി കൗണ്ട് ചെയ്യുക. കാരണം ഇവിടുന്ന് ABC സ്ട്രക്ചർ ക്ലിയർ ആയി. ആ ABCയിൽ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല, കൺഫ്യൂസ് ആവേണ്ട. നമ്മളിപ്പോൾ 1 2 3 5 ആണ് ഞാൻ ഇവിടുന്ന് കാണിക്കാതെ. ഇത് 1 2, ഇത് ഫുൾ ഇവിടെ ഒരു 3, ഇത് 4, ഇപ്പോൾ 5 ആണ് നടക്കുന്നത്. ഓക്കെ, 5 ആണ് നടക്കുന്നത്. 5 ഇൻ കേസ് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഇതൊക്കെ ആണെങ്കിൽ 5 കംപ്ലീറ്റ് ആവാനുള്ള ഒരു അതിലേക്ക് ഉണ്ടാകും. മനസ്സിലായോ? എവിടെ അത് കംപ്ലീറ്റ് ആവും നമുക്കറിയില്ല ഗ്യാപ് ഡൗൺ ആണെങ്കിൽ. സോ ശ്രദ്ധിക്കണം, ഗ്യാപ് ഡൗൺ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സോ ഈ സ്മോൾ സ്ട്രക്ചറിൽ 5 ആവും.
മനസ്സിലായോ? സോ ദാറ്റ് മീൻസ് പ്രൈസ് എവിടെയെങ്കിലും തീരും, പിന്നെ വീണ്ടും ഒരു സഡൻ ഒരു ചിലപ്പോൾ ബൗൺസ് ആകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓർ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാം. കാരണം ഇത്ര ഇവിടുന്ന് ഒരു ഹ്യൂജ് മണി ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവരല്ലേ ഓപ്പറേറ്റേഴ്സ്. സോ ഹ്യൂജ് മണി ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടാവും. സോ ഹ്യൂജ് ഗ്യാപ് ഡൗൺ കിട്ടുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യും, വേഗം ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും പ്രൈസ് ബൗൺസ് ചെയ്യും. മനസ്സിലായോ? അവർ പി കാർ വേഗം സി കാറാകും. പി കാറ് ഇവർ ഇവിടുന്ന് പി എടുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ വേഗം ഇവിടെ ബൈൻ ചെയ്യുമ്പോൾ സി ആയില്ലോ ഓട്ടോമാറ്റിക്കലി. സോ സി ആകുമ്പോഴത്തേക്ക് എന്ത് പ്രൈസ് ബൗൺസ് ചെയ്യും. ഓക്കെ, ബൈങ് വരുമോ ഇല്ല നമുക്ക് പറയാനില്ല, ബട്ട് അത് ബൗൺസ് ചെയ്യും. ഇതിൻ്റെ ബൗൺസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. സോ സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ 5 minutes ടൈം ഫ്രെയിം സ്ട്രക്ചർ ഇതാണ്. സോ സപ്പോർട്ട്സ് ലെവലിലേക്ക് ഇതല്ല, ഇവിടെയാണോ എങ്ങനെയാണ് മാർക്കറ്റ് നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് ഓപ്പണിംഗ് എങ്ങനെയാണ് അതിലായിരിക്കും ഡിപ്പെൻഡ്. സപ്പോർട്ട്സൊക്കെ ഐ തിങ്ക് ഇത് വലിയ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സപ്പോർട്ട്സിലേക്ക് നമുക്ക് റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. റെസിസ്റ്റൻസ് യെസ്, ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിലുള്ളൊരു 820 830 അത് റെസിസ്റ്റൻസ് ആണ്. അതുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും 92 ആൻഡ് ദെൻ ബോട്ടം തന്നെ പോകും 22,050. 23,000 എന്തായാലും ഒരു റൗണ്ട് നമ്പറാണ്, അത് എപ്പോഴും ശ്രദ്ധിക്കുക. 23,000, 23,500, 24,000, 24,500, 22,000, 22,500 അതൊക്കെ എപ്പോഴും റൗണ്ട് നമ്പർ ഉണ്ടാവും. അതിൽ ഹ്യൂജ് റൈറ്റിംഗ് ആ നമ്പേഴ്സിൽ ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കണം എപ്പോഴും. മോസ്റ്റ്ലി മന്ത്ലി റൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ ഈ മന്ത്ലി എക്സ്പയറി അവർ 23,000 റെസിസ്റ്റൻസ് ആണ്, അവർ നന്നായിട്ട് റൈറ്റ് ചെയ്തിരിക്കും 23,000. അതുപോലെ ഇവിടെ താഴെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്, ഏതാ 22,500. മനസ്സിലായോ? അതാണ് 22,500. എല്ലാവരും നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും. എല്ലാവരും 22,500, 22,500. അതിൻ്റെ അർത്ഥം ഇതാണ് 22,500. അവിടെ മോസ്റ്റ്ലി മന്ത്ലി റൈറ്റേഴ്സ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി കിടക്കാം. ഞാനിത് ഷെയർ ചെയ്യുന്ന ലെവൽസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇതാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ ഈ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ. യെസ്, ഇതായിരുന്നു അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കണ്ടോ. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി പ്രൈസ് താഴെ വന്നു ആൻഡ് ദെൻ കറക്റ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് ചെയ്യുന്നു, ബൗൺസ് ഒക്കെ തന്നു. ഓക്കെ, ഇത്രയായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ സ്ട്രക്ചർ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബാക്കി സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി നമ്മുടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയും ABC സ്ട്രക്ചർ ഞങ്ങൾ കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ താഴേക്ക് വരുന്ന മൂവ്സ് 1 2 3 4 5 ആയിരിക്കും. അത് നമുക്ക് 1 2 3 4 and 5. ബാങ്ക് നിഫ്റ്റി തന്നെ 5 ആണ്, ഓൾമോസ്റ്റ് അത് തന്നെ. ഇത് ഇവിടുന്ന് ഞാൻ കൗണ്ട് ചെയ്യുന്നു കേട്ടോ. കൗണ്ട് 1 2 3 4 5 ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, യെസ്. വേറെ ഇനി ഈ ലോ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഏതാണത്, ഇതിൻ്റെ 48,770 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫർദർ ഇതേ ലെവൽസ് ഇത്രയാണ്. പിന്നെ പറഞ്ഞത് എന്തായിരിക്കും, അവിടെ ഇതിൽ 5ലേക്ക് നമുക്ക് പോകണമെങ്കിൽ സ്ട്രക്ചർ കൗണ്ട് ചെയ്യണമെങ്കിൽ താഴത്തിലുള്ള സപ്പോർട്ട്സ് നമ്മൾ ഫിബൊനാച്ചി വെച്ച് നോക്കണം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതേ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഗ്യാപ്പ് യെസ്. ഓക്കെ, സപ്പോർട്ട് ഫസ്റ്റ് ഇതായിരിക്കും 48,300. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുന്ന പിന്നെ ഇത് OB ഉണ്ട്, ഓർഡർ ബ്ലോക്ക്. ഇത് കണ്ടോ, റെഡ് ഇത് OB ആണ്, ഓർഡർ ബ്ലോക്കാണ് കേട്ടോ. 48,000 കറക്റ്റ് റൗണ്ട് നമ്പറിന് കൂട്ടിക്കും. ഓക്കെ, ഓർഡർ ബ്ലോക്ക് അത് അത്രേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ അത്ര വലിയ ഹ്യൂജ് മതി, എത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര വരെ പോകുള്ളൂ. 900 points ഇന്നഫാണ്. ഓക്കെ, 48,000 റൗണ്ട് നമ്പറാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ തന്നെ സ്ട്രക്ചർ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ബിലോ ഇനി പോകാൻ പാടില്ല. ഇൻ കേസ് ഇനി പോയാലും OB ഇൻ കേസ് OB ബ്രേക്ക് ചെയ്താലും പിന്നെ താഴെ ഇതിലുണ്ട് കേട്ടോ, 47,840 ഈ ലോ. ഓക്കെ, ഞാൻ കുഞ്ഞു ഷെയർ ലെവൽസും കൂടി ഷെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ കൂടെ. കാരണം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സപ്പോർട്ടിൽ അവർ ബൗൺസ് ചെയ്യുന്നതാണ്, ഏത് സപ്പോർട്ടിന് അവിടെ പൊക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ സപ്പോർട്ട്സ് ലെവലിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്. കാരണം ലൈവ് മാർക്കറ്റിലാണ് നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. 1 2 3 കൗണ്ട് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് നോക്കാം, OI ഡാറ്റ ഇതൊക്കെ നോക്കാം, നമുക്ക് കമ്പയർ ചെയ്യാം. അതൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. ബട്ട് ഓഫ് മാർക്കറ്റിൽ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഗ്യാപ് ഡൗൺ നേരെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ ചിലപ്പോൾ ഈ ഏരിയയുടെ ബില്ല് ആണെങ്കിൽ കുറച്ചുകൂടി താഴെയാണ് പിന്നെ സപ്പോർട്ട് വരുന്നത്. അതാണ് നമുക്ക് നോക്കാനുള്ളത്. സമയമെടുക്കും, പെട്ടെന്നൊന്നും ആവത്തില്ല. ഇവിടെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ല ഫൈൻഡ് ചെയ്യണത്, ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ട്രെൻഡാണ്. മനസ്സിലാക്കണം, എലൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ട്രെൻഡാണ് ഫൈൻഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ചില സമയത്ത് പിൻ പോയിന്റ് വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. പിൻ പോയിന്റ് വരെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മുടെ എലൈറ്റ് വേവിൻ്റെ ഈ ബേസിസിൽ.
ടൈം എടുത്തോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനത് തന്നെ പറയും. 5-6 മാസം ഒരു വർഷത്തിൽ പഠിക്കുന്ന സംഭവമല്ല ഇത്. ഒത്തിരി സമയം എടുക്കും. ബട്ട് മോസ്റ്റ്ലി പിക്ചർ ക്ലിയർ ആകും. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിം. ഇപ്പോൾ നമ്മളെല്ലാവരും മോസ്റ്റ്ലി ഇൻട്രാഡേ പ്ലെയർ ആണല്ലോ, എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ഇൻട്രാഡേ പ്ലെയർ. സോ സ്മോൾ ടൈം ഫ്രെയിം 5 മിനിറ്റ്സിൽ വരിക. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിന്ന് വന്നിട്ട് വേഗം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്ത് ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സപ്പോർട്ട് എടുത്തല്ലോ അതെ. ഇവിടെ സപ്പോർട്ട് ഈ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കണം. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഇത് സപ്പോർട്ട് എടുക്കുന്നു. ഓക്കെ, സപ്പോർട്ട് എടുക്കുമ്പോൾ വേഗം എന്ത് ചെയ്യുക? 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരുന്നു. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 വന്നിട്ട് പിന്നെ ഫോൾ വരേണ്ടതാണ്. ഓക്കെ, ഫോൾ വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് പിക്ചർ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മുടെ ഇതെല്ലാം റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൽ ആ ഒരു സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായോ? അതാണ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പ്ലേ ചെയ്യേണ്ടത് 5 or 15 ബിഗർ ടൈം ഫ്രെയിമിലാണ് പ്ലേ ചെയ്യേണ്ടത്. അത് മൈൻഡിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ. ഇനി വേഗം സെൻസെക്സിൽ പോകാം. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അനലൈസിസ്, ചുമ്മാ ലെവൽസ് അല്ല, അനലൈസിസ്. എനിക്ക് മെയിൻ എനിക്കിത് പറയാനുള്ളത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യാറുള്ളൂ, ഞാൻ എന്താ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ, ആ ഒരു കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് മണി സ്റ്റാർട്ടിങ്ങിൽ കളയരുത്, സൂക്ഷിച്ച് വെക്കണം. കാരണം നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സമയം അങ്ങനെ ആകും നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് ഫണ്ട് ഉണ്ടാവേണ്ടതാണ്. മനസ്സിലായോ? പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വിഷമിച്ചിരിക്കും. അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ മാർക്കറ്റിനോട് ഭയങ്കര ടഫ് മാർക്കറ്റാണെന്ന് പറയാം. എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് തോന്നുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൽ ABC ആണ് കൂടുതൽ നടക്കുന്നത്. ABC എന്ന് വെച്ചാൽ ടഫസ്റ്റ് പാർട്ട് ഓഫ് റിലേറ്റീവ് വ്യൂ അങ്ങനെ പറയാം. ഓക്കെ, കറക്ഷൻസ് ആണ്. ആ കറക്ഷൻസിൽ എന്താണ് ചെറിയ പോയിൻറ്റ്സിൽ ചെറിയ ഇതിലേക്ക് സ്ട്രക്ചറിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ മാർക്കറ്റിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഈ മാർക്കറ്റിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ മാർക്കറ്റിൽ നിങ്ങൾ ലേൺ ചെയ്യുന്നു, നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നു, ഇതൊക്കെ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെറിയ പ്രോഫിറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു. സോ മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റ് ട്രെൻഡി മാർക്കറ്റ് ആകുമ്പോഴത്തേക്കും അപ്പം നിങ്ങൾ എന്താകും എന്ന് വിചാരിക്കണം. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും മനസ്സിൽ വെക്കണം. നിങ്ങളിപ്പോൾ ഈ കൺഫ്യൂസിങ് മാർക്കറ്റിൽ കൺഫ്യൂഷൻ മാർക്കറ്റാണല്ലോ, ഭയങ്കര കൺഫ്യൂസിങ് മാർക്കറ്റാണല്ലോ ഇപ്പോൾ ഈ സമയത്ത്. സോ ആ മാർക്കറ്റിൽ നിങ്ങൾ ട്രെൻഡ് കണ്ടുപിടിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ കറക്റ്റായി ട്രാക്ക് ചെയ്യുന്നു. സോ ആ ഒരു ട്രെൻഡി മാർക്കറ്റ് ആകുമ്പോഴത്തേക്കും, ട്രെൻഡി മാർക്കറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, കൊറോണ കഴിഞ്ഞിട്ട് എത്ര വർഷം ഇങ്ങനെ ഒരു ട്രെൻഡി മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുപോലെ ആ മാർക്കറ്റ് എത്ര നാൾ ഈ സൈഡ് വേസ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ സെഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആ ഒരു കാലമിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴത്തേക്ക് അപ്പോൾ മാർക്കറ്റ് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ സമയത്ത് ഫണ്ട് ചെറിയ മൂവ്സ് പിടിക്കുക, ചെറിയ SL വെച്ചിട്ട് ചെറിയ ഇത് വെച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്യുക. പിന്നെ ആ ഒരു ട്രെൻഡിലെ ആകുമ്പോഴത്തേക്ക്, ആ ട്രെൻഡി മാർക്കറ്റിൽ നിങ്ങൾ കിട്ടുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ റെസിസ്റ്റൻസ് സെൻസെക്സിൽ ഇതാണ്. കൂടുതൽ ഞാൻ സമയം കളയുന്നില്ല. യെസ്, ഇതായി. ഓക്കെ, റെസിസ്റ്റൻസ് സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ് ആണ്. താഴത്തെ സപ്പോർട്ടായി, മുകളിലത്തെ സപ്പോർട്ടായി. സ്മോൾ സ്ട്രക്ചർ ഇതിൻ്റെ 1 2 3 എല്ലാത്തിനും 5 അങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ. 5 ആവാറായി എല്ലാത്തിനും. ഓക്കെ, ഇതിലും അങ്ങനെ തന്നെ ലീഡിങ് ഡയഗണൽ പാറ്റേൺ 1 മിനിറ്റ് 1 hour ചാർട്ടിൽ പോകാം. യെസ്, സെൻസെക്സിൽ അങ്ങനെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ മീൻസ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ബ്രേക്ക് ഡൗൺ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടല്ലോ, ഇതിനകത്തൊരു SL ഹണ്ടിങ് കൂടി ഉണ്ടാവാറുണ്ട്, ബിഗ് SL ഹണ്ടിങ് എന്ന് പറഞ്ഞു. ബട്ട് നമുക്ക് കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുക? അതിൻ്റെ ഈ ബ്ലാക്ക് ലൈൻ, ഈ മുകളിലത്തെ ബ്ലാക്ക് ലൈൻ, ഇതിൻ്റെ അബവ് പ്രൈസ് താഴെ വന്നിട്ട് പിന്നെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് സസ്റ്റെയിൻ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടും. യെസ്, കഴിഞ്ഞു ഇതിൻ്റെ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ഇനി റെസിസ്റ്റൻസ് ഇതായിരിക്കും, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും. 1 2 3 സ്ട്രക്ചർ അതൊന്ന് ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങിക്കും. ബാക്കിയെല്ലാം പിക്ചർ ഈസിലി സ്മൂത്തായിട്ട് ക്ലിയർ ആവും കേട്ടോ. യെസ്, സെൻസെക്സിൽ പക്ഷേ അധികം ഗ്യാപ്പ് കാണുന്നില്ല. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇരിക്കട്ടെ, എന്തായാലും കുറച്ചുകൂടി താഴേക്ക് വരട്ടെ. പ്രൈസ് എന്തായാലും താഴേക്ക് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ സ്ട്രക്ചറിൽ. മേ ബി ഇപ്പോൾ ഈ വീക്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി നമുക്ക് ക്ലിയാരിറ്റി കിട്ടും. നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ് കാണിക്കുന്നത്.
ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് മുറാഫ് ഞാൻ ഷെയർ ചെയ്ത ലെവൽസ് കാര്യങ്ങളൊക്കെ പക്കാണോ ഇല്ലയെന്നും കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇത് എൻഡിങ് ഡയഗണൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ലീഡിങ് ഡയഗണൽ. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്തായാലെങ്കിലും പ്രൈസ് താഴേക്ക് തന്നെ വരും. ഗ്യാപ്പ് അപ്പ് പോലെയല്ല, കറക്റ്റ് ആ റെസിസ്റ്റൻസ്. ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്ത ഇതാണ് ഇത്, ലെവൽസും പിന്നെ ഇതൊക്കെ എല്ലാം ഈ ലീഡിങ് ഡയഗണലിൻ്റെ ആ ഒരു പാറ്റേൺ കണ്ടോ. പ്രൈസ് എക്സാക്റ്റ് ഫോൾ എന്തായാലും ഇവിടെ വന്നിട്ടാണ്. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? എൻ്റെ മാജിക് അല്ല, എലിയറ്റ് വേവിൻ്റെ ആണ്. ഞാനത് പറയുള്ളൂ. ഞാനിതൊക്കെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ എല്ലാം എലിയറ്റ് വേവിൻ്റെ ആണ് ഇതൊക്കെ എല്ലാം കേട്ടോ. സോ ഇനി വേഗം നമ്മുടെ ഇതിൻ്റെ നെക്സ്റ്റ് ഇതിൻ്റെ മിഡ് ക്യാപ്പ് സെലക്റ്റിൻ്റെ ഇതാണെങ്കിൽ ഇത് 1 ആണെങ്കിൽ സ്മോൾ സ്ട്രക്ചർ ആട്ടോ. നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിലല്ല ഇതിനകത്ത്. ബിഗർ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ഇപ്പോൾ ശരിയില്ല ഇതിൽ. 81.20% റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് പിന്നെ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിനകത്ത് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ 61.80% കൂടിയാണ് ഇതിൻ്റെ ഒരു ബൈങ് സോൺ ആയിരിക്കുള്ളൂ. 11,070. യെസ്, 11,070 ഇതായി. 10,950 കൂടിയായി. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് ആയിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. മേ ബി ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് മിക്ക ഇൻഡെക്സിൽ ചിലപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, സപ്പോർട്ടൊക്കെ 11 തന്നെ ഗ്രീൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, റെസിസ്റ്റൻസ് ഇതിനകത്ത് വരുന്നത്, റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ABC ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും റെസിസ്റ്റൻസ്. ഓക്കെ, ബാക്കി മുകളിലത്തെ ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് തുടങ്ങും. ആൻഡ് ദെൻ ഈ ഒരു ലോ ആണ് പിന്നെ സപ്പോർട്ട് വരുന്നത്. ഓക്കെ, 81.20% ബ്രേക്ക് ആയാൽ പിന്നെ താഴത്തെ ലോ ആയിരിക്കും നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ഡബിൾ ബോട്ടം ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാവും. മനസ്സിലായി? ഓക്കെ, ഇതിൻ്റെ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഓക്കെ, വേറെ ഇൻഡെക്സ് ആഡ് ചെയ്യാനാണെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്താൽ മതി. അതുകൂടി ആഡ് ചെയ്ത് നമുക്ക് അനാലിസിസ് തുടങ്ങാം. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.